കർത്താവിന് മഹത്വം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 1:2, ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 2. വചനം ഇങ്ങനെ പറയുന്നു: ദി earth was formless and empty, and darkness covered the deep waters, and the Spirit of God was hovering over the surface of the waters. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് അതിൻ്റെ 3-ാം വാക്യം വേഴ്സ് നമ്പർ 3, then God said, let there be light, and there was light. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ആമേൻ, സ്തോത്രം. അപ്പം നമ്മൾ കാണുന്നു, ഭൂമി പാഴായിരുന്നു, ഭൂമി ശൂന്യമായിരുന്നു, ഭൂമിയുടെ മേൽ ഇരുട്ടുണ്ടായിരുന്നു. 3 കാര്യങ്ങൾ: ഭൂമി പാഴായിരുന്നു, ഭൂമി ശൂന്യമായിരുന്നു, ഭൂമിയുടെ മേൽ ഇരുട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭൂമിയെ കൊണ്ട് ഒന്നിനും കൊള്ളാത്ത വിധത്തിൽ കിടക്കുമായിരുന്നു. ഭൂമി ഇരുട്ടിൽ മൂടി കിടക്കുമായിരുന്നു. ഇന്ന് മനുഷ്യരുടെ ജീവിതങ്ങൾ, ചില ജീവിതങ്ങൾ നോക്കിയാൽ ചില ജീവിതങ്ങൾ പാഴ്, ശൂന്യം, ഇരുട്ടിൽപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾ. ഹാല്യ, നമുക്കറിയാം, പാഴ് പിടിച്ചാണെങ്കിൽ ഫോംലെസ് എന്ന് പറഞ്ഞാൽ അതിനെ കണ്ടാൽ ഒരു ഭംഗി പോലുമില്ല, പാഴായി കിടക്കുന്ന ചില നിലങ്ങൾ, ചില ജീവിതങ്ങൾ, ചില മക്കൾ, പാഴ് ശൂന്യം ആയ മേഖലകൾ. എത്ര പണം കിട്ടിയാലും പണമൊക്കെ അങ്ങ് ഒഴുകിപ്പോകുന്ന അവസ്ഥ, എത്ര ആരോഗ്യമുണ്ടെങ്കിലും ആരോഗ്യം ക്ഷയിച്ചു പോയ അവസ്ഥ, എത്ര പഠിത്തം ഉണ്ടെങ്കിലും പഠിത്തം കൊണ്ടൊരു ഗുണവും ഇല്ലാത്ത അവസ്ഥ. ഹല്ലേലൂയ, പാഴായി കിടക്കുന്നത്. ചിലവർ വായിൽ വരുന്ന വണ്ണം അങ്ങ് പറയും, ഇതെല്ലാം അങ്ങ് പാഴായിപ്പോയി, ജീവിതമേ പാഴായിപ്പോയി എന്ന് പറയും. സ്തോത്രം. അപ്പോൾ ഒരു യൂസില്ല, കണ്ടാലൊരു ഭംഗിയില്ല. ദ earth was formless എന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു രൂപമില്ലാത്ത വിധത്തിൽ കിടക്കുമായിരുന്നു. ഇറ്റ് വാസ് ഫോംലെസ്, പാഴായി കിടക്കുന്ന, ശൂന്യമായി കിടക്കുന്ന. ഇറ്റ് വാസ് എംപ്റ്റി. ചിലർ പറയും ശൂന്യമായ കരങ്ങൾ അല്ലേ, എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കൈക്കകത്ത്, ആർക്കും കൊടുക്കാനില്ല. ഹല്ലേലൂയ, ശൂന്യമായ കൈകൾ. ഹല്ലേലൂയ, ചിലവരുടെ ജീവിതത്തിനകത്ത് വലിയ ശൂന്യത അനുഭവിച്ചവരുണ്ട്. ഇറ്റ് ഈസ് എംപ്റ്റി, അതിനകത്തൊന്നുമില്ല, നന്മയില്ല, സന്തോഷമില്ല, സ്നേഹമില്ല, ഗുണമില്ല, ഒന്നുമില്ലാതെ കിടക്കുന്നത്, ശൂന്യമായി കിടക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് 3-ാമത് ഭൂമിയെക്കുറിച്ച് പറയുന്നു, ഇരുട്ടുമായിരുന്നു. ഇരുട്ടത്ത് നമുക്കറിയാം തപ്പിത്തടഞ്ഞ് നടക്കും. ഇരുട്ടിനകത്ത് ഒന്നും കാണത്തില്ല, ഇരുട്ടിനകത്ത് ഒന്നും വ്യക്തതയില്ല. ഇരുട്ടിനകത്ത് ആർക്കും ഇരുട്ടിനകത്ത് ആകാൻ ഇഷ്ടമില്ല. രാത്രിയിലൊക്കെ എവിടെയെങ്കിലും യാത്ര ചെയ്യുവാണെങ്കിൽ ഭയങ്കര ഇരുട്ട് ഉള്ള അവസ്ഥയാണെങ്കിൽ അതിനകത്ത് ആർക്കും അങ്ങനെ ഇരുട്ടത്ത് പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല പലവരും രാത്രിയിലൊക്കെ യാത്ര ചെയ്യുന്നത്. എന്തെങ്കിലും ഏർജൻറ്റായിട്ട് എവിടെയെങ്കിലും എത്തണമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ യാത്ര, ചിലപ്പോൾ ആ ടൈമിൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത കാണും. പക്ഷേ ഇരുട്ടിൽ എല്ലാം തപ്പിത്തടഞ്ഞും ഒന്നിനും ഒരു വ്യക്തതയില്ല. നമ്മളൊരു റൂമിനകത്ത് കയറുമ്പോൾ ആ റൂമിനകത്ത് മൊത്തം ഇരുട്ടാണെങ്കിൽ ആ റൂമിനകത്ത് എത്ര ഭംഗിയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, എത്ര നല്ല ആഹാരങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും, എത്ര ആൾക്കാർ അവിടെ ഉണ്ടെങ്കിലും ഇതൊന്നും നമുക്ക് കാണാനോ അനുഭവിക്കാനോ ഒന്നും പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ മൊത്തം ഇരുട്ട്. ഹല്ലേലൂയ. പക്ഷെ ഇതിനകത്തൊരു നല്ലൊരു കാര്യം, ഒരു നല്ല വാർത്തയുണ്ട്. ദൈവം പറഞ്ഞു, ലെറ്റ് there be light, അവിടെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുകയും ദൈവത്തിൻ്റെ വാക്ക് ചിലതിനെ ഉളവാക്കി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാക്ക് കൊണ്ടുവന്നിട്ട് അവിടെ വെട്ടത്തിനെ കൊണ്ടുവന്നു, അവിടെ വെളിച്ചമുണ്ടായി വന്നു. സ്തോത്രം. അപ്പോൾ ഇന്ന് പാഴായി ശൂന്യമായി വ്യക്തതയില്ലാതെ കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ മേഖലകളുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ വചനം അവിടെ വെട്ടമുണ്ടാവട്ടെ, അവിടെ വെളിച്ചമുണ്ടാകട്ടെ, അവിടെ ഒരു ഉണർവുണ്ടാകട്ടെ, അവിടെ ഒരു ജീവനുണ്ടാകട്ടെ, അവിടെ പാഴായതൊന്ന് മാറി അവിടെ ഫലമുണ്ടാകട്ടെ, അവിടെ ശൂന്യമായി കിടക്കുന്നതൊന്ന് നിറയട്ടെ. ഹല്ലേലൂയ. ഈ വെളിച്ചം എന്ത് ചെയ്യും? ഈ വെളിച്ചം
പാഴായതിനെ മാറ്റും, ശൂന്യതയായതിനെ മാറ്റും. വെളിച്ചം വരുമ്പോൾ നമ്മുടെ ഒരു റൂമിനകത്ത് കയറി നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ ഭയങ്കര ഇരുട്ടത്ത് എന്ത് നോക്കിയാലും ഒന്നും മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ എന്ത് സംഭവിക്കും? എന്തൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നു എന്ന് മനസ്സിലാകും. അത് നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് ഇന്ന സാധനങ്ങളാണെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകും. വെളിച്ചം വരുമ്പം തിരിച്ചറിവുണ്ടാകും. വെളിച്ചം വരുമ്പം കാഴ്ചയുണ്ടാകും. വെളിച്ചം വരുമ്പോൾ എല്ലാം വ്യക്തമായി മനസ്സിലാകാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിനകത്ത് നമ്മൾ വരുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ജോൺ ചാപ്റ്റർ 1, തിരുവചനം സുവിശേഷത്തിനകത്ത് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം വന്നപ്പോൾ അതിൻ്റെ 4-ാം വാക്യം യേശു കർത്താവിനെ കുറിച്ച് പറയുക. The word gave life to everything that was created, and his life brought light to everyone. 4-ാം വാക്യം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അവനിൽ യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആമേൻ. യേശുവിൻ്റെ ജീവൻ പാഴും ശൂന്യവുമായി കിടന്ന മനുഷ്യരുടെ ജീവിതത്തിൽ വെളിച്ചമായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് വചനം പറയുന്നു, ഭൂമി പാഴും ശൂന്യവും വ്യക്തതയില്ലാത്തതുമായിരുന്നു, ഇരുട്ടിൽ കിടക്കുന്നതായിരുന്നു, അന്ധകാരം പിടിച്ചതായിരുന്നു. ദൈവം വന്നിട്ട് പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പം അവിടെ വെളിച്ചമുണ്ടായി. വചനം നമ്മളോട് പറയുന്നു, ഹല്ലേലൂയ, ജീവനായ യേശു കർത്താവ് മനുഷ്യരുടെ ജീവിതത്തിനകത്ത് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഇവൻ എല്ലാവർക്കും ജീവൻ കൊടുത്തു. ജീവനില്ലാതെ കിടന്ന മേഖലയ്ക്കകത്തൊക്കെ ജീവൻ ഉണ്ടായി വന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ ജീവൻ സകലർക്കും വെളിച്ചമായി തീർന്നു. സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന ആരുടെങ്കിലെയൊക്കെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലുമൊക്കെ നോക്കുമ്പോൾ അത് വ്യക്തതയില്ലാത്ത അവസ്ഥയാണോ? കർത്താവെ, നാളെ എന്തോ ആയി തീരും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരിക്കുവാണോ? ഹല്ലേലൂയ. അവിടെ പാഴും ശൂന്യവുമായ വിധത്തിലാണോ ജീവിതം ഇന്ന് നടക്കുന്നത്? ചിലപ്പം മക്കളുടെ ജീവിതമായിരിക്കാം, നിങ്ങളുടെ ജീവിതമായിരിക്കാം, നിങ്ങളുടെ സാമ്പത്തികമായിരിക്കാം, ആരോഗ്യമായിരിക്കാം, വിദ്യാഭ്യാസമായിരിക്കാം, നിങ്ങളുടെ ജോലിയായിരിക്കാം, നിങ്ങളുടെ ഭവനമായിരിക്കാം. എന്തെങ്കിലും പാഴും ശൂന്യവുമായി കിടക്കുന്ന അവസ്ഥയുണ്ടോ? കർത്താവ് എന്തോ ആണ് എന്നൊരു വ്യക്തതയില്ലാത്ത അവസ്ഥയുണ്ടോ? ഹല്ലേലൂയ. ഇതിനകത്തുനിന്നൊന്നും ഫലമുണ്ടാകുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുവാണോ? ഇങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ, കർത്താവെ, ഞാൻ എത്ര നാളായി കിടന്ന് അധ്വാനിച്ചിട്ടൊന്നും ഞാൻ അതിൻ്റെ ഒരു പ്രതിഫലവും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞൊരു ശൂന്യത അനുഭവിക്കുന്നുണ്ടോ? ഇന്ന് ധൈര്യപ്പെടണം. ഇന്ന് പറയണം, യേശുവേ, എൻ്റെ ജീവിതത്തിൽ ഒന്ന് വരണം എന്നൊന്ന് വാ തുറന്ന് പറഞ്ഞാൽ മതി. യേശു എൻ്റെ ജീവിതത്തിൽ വരണം. യേശുവേ, എൻ്റെ ഈ പാഴായി കിടക്കുന്ന ജീവിതത്തിനകത്ത്, യേശുവേ, എൻ്റെ ഈ വ്യക്തതയില്ലാത്ത ജീവിതത്തിനകത്ത്, യേശുവേ, എൻ്റെ ശൂന്യമായി കിടക്കുന്ന ജീവിത അവസ്ഥകൾക്കകത്ത്, യേശുവേ, നീ ഒന്ന് വരണം എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് വരുക മാത്രമല്ല, പക്ഷേ യേശുവിൻ്റെ ജീവൻ ആ മേഖലകൾക്കകത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വചനം 5-ാം വാക്യം യോഹന്നാൻ സുവിശേഷം 1:5 ഇങ്ങനെ പറയുന്നു, അവിടെ വെളിച്ചമുണ്ടാകും, ആ വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കും, ഇരുട്ടിന് പിന്നെ ഒരിക്കലും അവിടെ വാഴാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ഞാൻ വീണ്ടും പറയുന്നു, ഇന്ന് എന്നെ കേൾക്കുന്ന ആരുടെങ്കിലും ജീവിതത്തിനകത്ത് ഇരുട്ടിൻ്റെ അവസ്ഥ, തപ്പിത്തടഞ്ഞ് നടക്കുക, നാളെക്കുറിച്ച് എന്തുവായി തീരുമെന്നറിയത്തില്ല, ഭാവിയെക്കുറിച്ചൊരു വ്യക്തതയില്ല. ചിലവരിന്ന് പറയുന്നു, എൻ്റെ കാലശേഷം കഴിഞ്ഞിട്ട് എന്തൊക്കെയാകുമോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് കർത്താവിനെ അവിടോട്ടൊന്ന് ക്ഷണിച്ചാൽ മതി. ഇന്നൊന്ന് പറഞ്ഞാൽ മതി, യേശുവേ, എൻ്റെ ജീവിതത്തിനകത്തൊന്ന് വരണം, എൻ്റെ ജീവിതം ഞാൻ നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുക, എൻ്റെ ജീവിതത്തിനകത്തൊന്ന് കയറി വരണമേ എന്ന് വായും കൊണ്ട് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഈ വെളിച്ചമായവൻ, വ്യക്തമായി കാണിച്ചു തരുന്നവൻ, പാഴും ശൂന്യതയും എടുത്തു മാറ്റുന്നവൻ ജീവിതത്തിനകത്ത് കയറി വരാൻ തയ്യാറാണ്.
തയ്യാറാ, കയറി വരും. കയറി വന്നാൽ വചനം പറയുന്നു പിന്നെ ഒരിക്കലും അവിടെ ഇരുട്ടുണ്ടാകത്തില്ല. ഇരുട്ടിന് പിന്നെ ഈ വെളിച്ചമായ ക്രിസ്തുവിൻ്റെ മേൽ പിന്നെ വാഴാൻ പറ്റത്തില്ല. ഈ ക്ഷണിക്കുന്ന യേശുവിനെ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വാ എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിനകത്ത് പിന്നെ എപ്പോഴും വെളിച്ചമായിരിക്കും. ഹല്ലേലൂയ. അവിടെ ഒരിക്കലും ഇരുട്ട് ഉണ്ടാകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഒരിക്കലും ശൂന്യത ഉണ്ടാകത്തില്ല. അങ്ങനത്തെ ജീവിതങ്ങൾ പിന്നെ മേലിൽ പാഴായി പോകത്തില്ല. പിന്നെ പറയേണ്ടി വരത്തില്ല എൻ്റെ കൊച്ചിൻ്റെ ജീവിതം എന്തോ ആകും, ഇതൊക്കെ എവിടെ പോയി എത്തും എന്നൊന്നും പറയേണ്ട ആവശ്യം വരത്തില്ല. തിരുവചനം പറയുന്നു അവിടെ വെളിച്ചമുണ്ടായി, ആ വെളിച്ചത്തിൻ്റെ മേൽ പിന്നെ ഒരിക്കലും ഇരുട്ടിന് വാഴാൻ സാധിച്ചില്ല. ഹല്ലേലൂയ. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ നമുക്കറിയാം. ഇരുട്ട് സാത്താനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. ഇരുട്ടിനകത്ത് ശൂന്യതയുണ്ട്, ഭയമുണ്ട്, ഇരുട്ടിനകത്ത് നിരാശയുണ്ട്, ഇരുട്ടിനകത്ത് ധൈര്യമില്ല. ഹല്ലേലൂയ. ഇരുട്ടുള്ളിടത്തു നിന്ന് നമ്മൾ എത്ര ധൈര്യമുള്ളവരാണെങ്കിലും നമുക്ക് നടന്നു പോകാൻ ഭയമാണ്. ഹല്ലേലൂയ. എന്നുവെച്ചാൽ ഇരുട്ടിനകത്ത് പലതും ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും. ഇരുട്ടിനകത്ത് പല വഴിയിൽ വെച്ച് നമ്മളെ തട്ടി താഴെയിടാൻ സാധ്യമുള്ള ശക്തിയുള്ള പല കാര്യങ്ങൾ, ചിലപ്പോൾ മൃഗങ്ങളായിരിക്കും, വേറെ എതിര് മനുഷ്യരായിരിക്കും, പല കാര്യങ്ങൾ ഇരുട്ടിനകത്ത് ഒളിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഈ ഇരുട്ടിനകത്ത് പലതും ഒളിച്ചും പാത്തിരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ഭയമുണ്ട്. പക്ഷേ വെളിച്ചം വന്നാലോ ഈ ഭയം മാറിപ്പോവും. ക്രിസ്തുവിൻ്റെ വെളിച്ചം ജീവിതത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ, ഇന്ന് ആരെങ്കിലും ഭയം കൊണ്ട് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് വാ തുറന്ന് പറയണം, യേശുവേ ഞാൻ അങ്ങയെ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് യേശുവിനെ ഞാൻ ക്ഷണിക്കുന്നു. ക്ഷണിക്കുക മാത്രമല്ല, ഞാൻ സ്വീകരിക്കുന്നു. ഹൃദയത്തിനകത്ത് ഇരുട്ടിൻ്റെ മേഖലകൾ ഉള്ളത് കൊണ്ടാണ് ഭയമുണ്ടാകുന്നത്. സ്തോത്രം. ഇന്ന് ഭയത്തിനെ പുറത്താക്കണം. ഇന്ന് പലവരും മക്കളെ ഓർത്ത് ഭയം, ഭാവിയെ ഓർത്ത് ഭയം, ആരോഗ്യത്തെ ഓർത്ത് ഭയം, സാമ്പത്തിക ഓർത്ത് ഭയം, പല വിഷയങ്ങളെ, ചിലവർക്ക് മനുഷ്യരെ ഭയം. ഹല്ലേലൂയ. പല ഭയങ്ങളുണ്ട്. രോഗത്തിനെ കുറിച്ച് ഭയം, ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ട് കണ്ടിട്ട് ഇനിയും വേറെ വല്ലതൊക്കെ ആണോ എന്നുള്ള ഭയം. ഹല്ലേലൂയ. പല വിധത്തിലും ഭയപ്പാട്, കടക്കാർ വന്ന് പിടിച്ചോണ്ട് പോകുമോ എന്നുള്ള ഭയം, പല വിധത്തിലുള്ള ഭയം. പക്ഷേ ഇന്ന് ആ ഭയത്തിൻ്റെ മേൽ വാഴാൻ ഒരുവന് മാത്രമേ സാധിക്കത്തുള്ളൂ. യേശു കർത്താവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. എനിക്ക് എൻ്റെ കൂടെ യേശു ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നും ഭയക്കണ്ട. എനിക്ക് മനുഷ്യരെ ഭയമില്ല, എനിക്ക് സാഹചര്യങ്ങളെ ഭയമില്ല. യേശുവിൻ്റെ കർത്താവാണെങ്കിൽ ഞാൻ എല്ലാ ഭയത്തിൻ്റെ മേലും ഞാൻ വാഴും. ഹല്ലേലൂയ. ഇന്നിതിനകത്ത് ഒറ്റ ആൻസറേ ഉള്ളൂ, അല്ലെങ്കിൽ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, ഒറ്റ മറുപടിയേ ഉള്ളൂ. ഇതാണ്, യേശുവിനെ ക്ഷണിക്കണം. യേശുവിനോട് പറയണം, യേശുവേ ഞാൻ ഭയം കൊണ്ട് ഞാൻ ഭാരപ്പെടുക, എൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന മേഖലകളിൽ എനിക്ക് ഭയമുണ്ട്. യേശുവേ നീ എൻ്റെ ജീവിതത്തിൻ്റെ ഭയത്തിൻ്റെ അവസ്ഥകൾക്കകത്തേക്ക് നീ ഒന്ന് വരണം. ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ പറയുന്നു, ചില ദാമ്പത്യ ജീവിതങ്ങൾക്കകത്ത് ഭാര്യ ഭർത്താവിനെ ഭയക്കുന്നു, ഭർത്താവ് ഭാര്യയെ ഭയക്കുന്നു. അമിതമായ ഭയം. ഹല്ലേലൂയ. അത് ദൈവത്തിൽ നിന്നല്ല, അത് സ്നേഹത്തിൽ നിന്നുളവായതല്ല, അത് ഭയമാണ്. സ്തോത്രം. ഇന്ന് അതിനെ ബ്രേക്ക് ചെയ്യണം. ഇന്ന് കർത്താവിനോട് പറയണം, യേശുവേ എൻ്റെ കർത്താവേ, എൻ്റെ കുടുംബ ജീവിതത്തിനകത്ത് ഈ ഭയത്തിൻ്റെ അവസ്ഥയ്ക്കകത്തേക്ക് നീ ഒന്ന് കടന്നു വരണം. യേശു കടന്നു വന്നാൽ വചനം പറയുന്നു, അനുഭവം പറയുന്നു. സ്തോത്രം. അവിടെ പിന്നെ ഒരിക്കലും ഇരുട്ടില്ല, അവിടെ പിന്നെ ഭയവും നിരാശയും അവിടെ വാഴത്തില്ല. ഹല്ലേലൂയ. തിരുവചനത്തിൻ്റെ സത്യം ഇതാണ്. പിന്നെ ആ ഇരുട്ടിൻ്റെ മേഖലകൾക്ക് യേശു കർത്താവായ വെളിച്ചത്തിനെ, യേശു കർത്താവായ ജീവനെ പിന്നെ ഒരിക്കലും ഒതുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, ഞാൻ വാഴുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ഇരുട്ടിനകത്ത് ആർക്കും വാഴാൻ പറ്റത്തില്ല, പക്ഷേ വെളിച്ചത്തിനകത്ത് വാഴാൻ സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് പറയണം, യേശു കർത്താവ്
കർത്താവ് എൻ്റെ ജീവിതത്തിനകത്ത് വന്നതുകൊണ്ട് ഞാൻ ഇരുട്ടിലല്ല ജീവിക്കുന്നത്, ഞാൻ വെളിച്ചത്തിലാണ് ജീവിക്കുന്നത്. എന്നെ കേൾക്കുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇനിയും പാഴ് ആയ അവസ്ഥകൾ ഉണ്ടാവത്തില്ല, ശൂന്യത വരത്തില്ല, ഇരുട്ട് നിങ്ങളെ ഭരിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരു സ്ത്രീയുടെ വീട്ടിൽ ഒരു പ്രവാചകൻ കടന്നുപോയി. അവരുടെ ജീവിതം ഭയങ്കര ഇരുട്ടിൻ്റെ അവസ്ഥയായിരുന്നു. സറാഫാത്തിൽ ഒരു വിധവ സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ ജീവിതം നോക്കിയാൽ ഇരുട്ടായിരുന്നു, അവളുടെ ജീവിതം നോക്കിയാൽ അന്ധകാരമായിരുന്നു, അവളുടെ ജീവിതം നോക്കിയാൽ ശൂന്യതയായിരുന്നു. അവളുടെ വീട്ടിൽ അവളെക്കുറിച്ച് പറയുന്നു, അവൾ 1, 2, 3 ചുള്ളിക്കമ്പുകൾ പെറുക്കിയെടുത്തിട്ട് അത് ഒരു അപ്പം ഉണ്ടാക്കിയിട്ട് ആ അപ്പം തിന്നേച്ച് അവൾ മരിക്കാനിരിക്കുമായിരുന്നു. അവളുടെ ജീവിതത്തിനകത്ത് യാതൊരു വിധത്തിൽ, അവളുടെ സംസാരം കേട്ടാൽ നമുക്കറിയാം, അവളുടെ ജീവിതത്തിൽ ഐശ്വര്യമില്ല, അവളുടെ ജീവിതത്തിൽ വെളിച്ചമില്ല, അവളുടെ ജീവിതത്തിൽ നാളെക്കുറിച്ച് പ്രത്യാശയില്ല, അവളുടെ ജീവിതത്തിൽ ഇരുട്ടും ശൂന്യതയുമായിരുന്നു. സ്തോത്രം. അവളും അവളുടെ മകനും മരിക്കാനിരിക്കുമായിരുന്നു. പക്ഷേ ഒരു ദൈവവൃത്യൻ അവിടെ കടന്നു ചെന്നു, ഒരു പ്രോഫറ്റ് അവിടെ കടന്നു ചെന്നു, ഏലിയാവെന്ന് പറഞ്ഞ പ്രവാചകൻ അവിടെ കടന്നു ചെന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ സാന്നിധ്യം അവളുടെ വീട്ടിനകത്തേക്ക് കയറി ചെന്നപ്പോൾ അവളുടെ വീട് ഇരുട്ടിൽ നിന്ന് പ്രകാശമുള്ള ഒരിടമായി. അല്ലേ, ഞാൻ പറയട്ടെ, യേശുവിനെ കൊണ്ട് നടക്കുന്ന ഓരോ വ്യക്തി ജീവിതത്തിനോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാ. ക്രിസ്തു നിങ്ങളിൽ വാഴുന്നെങ്കിൽ നിങ്ങൾ വെളിച്ചമാ. ഹല്ലേലൂയ. നിങ്ങൾ വാഴുന്നിടത്ത്, നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം വാഴുന്നിടത്ത് ഒരിക്കലും പാഴും ശൂന്യവും ആയ അവസ്ഥകൾ ഉണ്ടായി വരത്തില്ല, അവിടെ ഇരുട്ട് വാഴത്തില്ല. ഇന്ന് സ്വന്തമായിട്ട്, ഇന്ന് ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട വ്യക്തികൾ ഇന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് പറയണം, ഞാൻ വെളിച്ചം എന്നിൽ വസിക്കുന്നു, ഞാൻ വെളിച്ചമാ. ഹല്ലേലൂയ. ഞാൻ വാഴുന്നിടത്ത് അവിടെ ഒരിക്കലും ഇരുട്ടിന് വാഴാൻ പറ്റത്തില്ല. ഞാൻ വസിക്കുന്നിടത്ത് ഒരിക്കലും പാഴ്ച ഉണ്ടാവത്തില്ല. ഞാൻ വസിക്കുന്നിടത്ത് ഒരിക്കലും ശൂന്യത ഉണ്ടാകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. സകല ശൂന്യതയും സകല പാഴായതിനെയും സകല ഇരുട്ടിൻ്റെ അന്ധകാര ശക്തികളെയും കീഴ്പ്പെടുത്തിയവനായ യേശു എൻ്റെ അകത്ത് വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സാഹചര്യത്തിൻ്റെ മേൽ വാഴും. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിനകത്തോ എൻ്റെ കുടുംബത്തിനകത്തോ ഒരിക്കലും ഇരുട്ടും ശൂന്യതയും ഉണ്ടാകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നാം ക്രിസ്തുവിലായ ദിവസം ഇരുട്ടും പാഴും ശൂന്യവുമായ സകല മേഖലകളും സല്യൂട്ട് അടിച്ച് ഇറങ്ങിപ്പോയ ദിവസമാണ്. ഹല്ലേലൂയ. ഇന്ന് ഏതെങ്കിലും ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട ഒരു പൈതല്, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഹല്ലേലൂയ, അവിടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിനകത്ത് വസിക്കുമ്പോൾ ഇരുട്ട് തന്നെ ഓടിപ്പോകും. വചനം പറയുന്നു, ഇരുട്ടിനകത്ത് വെളിച്ചം പ്രകാശിച്ചു, പിന്നെ ഒരിക്കലും ഇരുട്ടിന് അവിടെ വാഴാൻ സാധിച്ചില്ല. ഹല്ലേലൂയ. ഇന്ന് പറയണം, ഞാൻ വസിക്കുന്നിടത്ത് ഇരുട്ടിന് ഒരിക്കലും ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ വസിക്കുന്നിടത്ത് ശൂന്യതയ്ക്ക് ഇടമില്ല. ഞാൻ വസിക്കുന്നിടത്ത് പാഴായ അവസ്ഥകൾക്ക് സാധ്യതയില്ല. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, എൻ്റെ ജീവിതം ഉയർച്ച തന്നെ ആയിത്തീരും. എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ്. ഞാൻ അനേകർക്ക് വെളിച്ചമായി തീരും. ഹല്ലേലൂയ. ഞാൻ അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കും. ഞാൻ അനേകരുടെ ജീവിതങ്ങളെ ഇരുട്ടും പാഴും ശൂന്യവുമായിടത്തുനിന്ന് നന്മയ്ക്കകത്തേക്ക് ഞാൻ നയിക്കും. ഹല്ലേലൂയ. ഇതൊരു ഭയങ്കര ഉത്തരവാദിത്തമാണ് ക്രിസ്തുവിലായിരിക്കുന്നവർക്ക്. തിരിച്ചറിയണം, ഇന്ന് ക്രിസ്തുവിലായ ഒരു വ്യക്തി പോലും വെറുതെ പോലും പറയല്ലേ, ജീവിതത്തിനെ നോക്കിയിട്ടോ ഇത് ഇരുട്ടിൻ്റെ പ്രവൃത്തികളാ എന്ന് പറയില്ല. നിങ്ങളായിരിക്കുന്നിടത്ത് ഇരുട്ടിന് വാഴാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിനെ നോക്കിയിട്ട് പറയല്ലേ, ഓ ഇത് പിശാചിൻ്റെ ജീവിതത്തിൽ മെനഞ്ഞത്. നിങ്ങളുടെ മേൽ പിശാചിന് വാഴാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പിശാച് എന്ത് തന്ത്രം ഒരുക്കിയാലും ആ തന്ത്രം വെളിച്ചം നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് അതിനെ എല്ലാം കർത്താവ് മുൻകൂട്ടി വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. പിശാചിൻ്റെ ഒരു തന്ത്രവും എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിൽ വാഴത്തില്ല. ഈ ധൈര്യം ഉണ്ടായിരിക്കണം. സ്തോത്രം. ഇന്ന് പറയണം, ഞാൻ ഉള്ളിടത്തോളം കാലം എൻ്റെ കുടുംബം സുരക്ഷിതമാണ്. എന്താ? ഞാൻ ക്രിസ്തുവിലാണ് വസിക്കുന്നത്, ഞാൻ വെളിച്ചത്തിലാണ് വസിക്കുന്നത്. കർത്താവ് സഹായിക്കട്ടെ. പാഴും ശൂന്യവും അന്ധകാരവും പിടിച്ചതിൻ്റെ മേൽ ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ. ഇന്ന് ക്രിസ്തുവിലായിരിക്കുന്ന ഓരോരുത്തരും ഇരുട്ടും പാഴും അന്ധകാരവും ആയിരിക്കുന്ന ഇടങ്ങളിൽ ചെന്നിട്ട് വിളിച്ചു പറയണം, യേശുവിൻ്റെ നാമത്തിൽ വെളിച്ചം
വെളിച്ചമുണ്ടാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പാഴ്ച മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശൂന്യത മാറിപ്പോയി അവിടെ നിറവുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്ന നന്മകൾ വിളിച്ചു വരുത്താനാ, ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ തകർക്കാനാ നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിലാ, ക്രിസ്തുവിൽ എന്നില, ക്രിസ്തു വെളിച്ചമാ, ഞാനും ക്രിസ്തുവിൽ വെളിച്ചമാ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാ എന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി ഷൈൻ ചെയ്യുവാൻ കർത്താവ് ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കട്ടെ. ജീവിതം തന്നെ ഒരു പ്രകാശമായി തീരട്ടെ. ജീവിതം നിറവിൻ്റെ അനുഭവത്തിനകത്തേക്ക് വരട്ടെ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതം ഒരു നിറവുള്ള ജീവിതം ആയിത്തീരട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും നിറഞ്ഞ് കവിഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ.